ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ ക്രാഫ്റ്റ് വിത്ത് ധൃതിയ. അപ്പോൾ ഞാൻ കുറച്ച് നാളായി വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഞാൻ വീണ്ടും വീഡിയോ ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എക്സാമൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ അടുത്ത് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. എൻ്റെ ഫ്രണ്ട് ദേവപ്രിയയും അവളുടെ ഫ്രണ്ട്സും കൂടെ എനിക്ക് കുറച്ച് ഗിഫ്റ്റൊക്കെ മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു ഗിഫ്റ്റാണ് ക്ലേ. അപ്പോൾ ഞാൻ ഇന്ന് ക്ലേ വെച്ചിട്ട് ഒരു ചെറിയൊരു എസ്തറ്റിക് രീതിയിലുള്ള നമ്മുടെ ടേബിളൊക്കെ ഓർഗനൈസ് ചെയ്ത് വയ്ക്കാനും ഓർഗനൈസ് ചെയ്യല കുറച്ച് ക്യൂട്ടൊക്കെ ആക്കി വെക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഇതാണ്. അപ്പോൾ ആദ്യം തന്നെ യെല്ലോ ക്ലേ എടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കോമ്പിനേഷൻ എടുക്കാം. എന്നിട്ട് നമ്മൾ ആ ക്ലേ ഒന്ന് ജസ്റ്റ് റൗണ്ട് ആക്കി എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പെറ്റൽസ് ആണ് കേട്ടോ. പെറ്റൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ റെഡ് കളറാണ് എടുത്തിട്ട് ഉള്ളത്. ഇച്ചിരി ക്ലേ എടുക്കുക. ആൻഡ് അതിന് ശേഷം നിങ്ങൾ ഉരുട്ടുക, കുറച്ച് നീളത്തിൽ ഉരുട്ടുക. അതിന് ശേഷം നിങ്ങളത് ജസ്റ്റ് ഒന്ന് ഇതേപോലെ മടക്കി എടുക്കുക. വീഡിയോ കാണാൻ പറ്റുമല്ലോ. എന്നിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിൻ്റെ താഴയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ട് ഒന്ന് വെള്ളത്തുള്ളി പോലത്തെ ഷേപ്പിലാക്കി എടുത്താൽ മതി, കണ്ടല്ലോ. എന്നിട്ട് നിങ്ങൾ ഇത് നേരെ ക്ലേയുടെ ബാക്കിലോട്ട് പ്ലേസ് ചെയ്ത് കൊടുക്കുക. ക്ലേയുടെ ബാക്കിലാണ്, ഫ്രണ്ടിൽ വെക്കരുത്. ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ക്ലേക്ക് ഒരു രസം കിട്ടില്ല. ഫ്രണ്ടിൽ വെക്കാം, പക്ഷെ നിങ്ങൾ വെക്കണം, വേണമെങ്കിൽ വെച്ചോ. അതേപോലെ തന്നെ നമ്മൾ മൊത്തം ഉണ്ടാക്കിയെടുക്കുക. പിന്നെ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് പെറ്റൽസ് മാക്സിമം ഒരേപോലത്തെ സൈസ് എടുക്കാൻ നോക്കുക. ആൻഡ് നിങ്ങളൊരു പേനോ അല്ലെങ്കിൽ അതിന് യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ടൂളോ എടുത്താൽ മതി. എന്നിട്ട് നടുക്ക് പെബിൾസ് ഉണ്ടാക്കി കൊടുക്കുക. സുഷിരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. ജസ്റ്റ് വീഡിയോയിൽ കാണാൻ പറ്റില്ല, അത് ഒത്തിരി ഓവർ ആവുകയും ചെയ്യരുത്, ഒത്തിരി കുറയുകയും ചെയ്യരുത്. അങ്ങനെയുള്ള രീതിയിൽ വേണം പെബിൾസ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടല്ലോ, വീഡിയോയിൽ കാണാൻ പറ്റുമല്ലോ, അതേപോലെ തന്നെ. എന്നിട്ട് നമ്മളതിനെ ആഡ് ചെയ്ത് കൊടുക്കുക. പെറ്റൽസിലോട്ട് ആഡ് ചെയ്തിട്ട് വരച്ചു കൊടുക്കുക. കണ്ടല്ലോ, വീഡിയോയിൽ കാണാൻ പറ്റില്ല, എനിക്ക് എത്രത്തോളം പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യുക. ആൻഡ് അതിന് ശേഷം അത് ഫുള്ള് ചെയ്തെടുക്കുക. എന്നാലേ അതിനൊരു ഭംഗി കാണത്തുള്ളൂ. നിങ്ങൾ ഫ്ലവേഴ്സിലൊക്കെ ശ്രദ്ധിച്ചാൽ മതി, ചെറിയ നൂല് പോലത്തെ സംഭവങ്ങളൊക്കെ കാണാൻ പറ്റില്ല, അത് തന്നെയാണ്. അങ്ങനെ ഇത് മൊത്തം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് ഉണങ്ങി കട്ടിയാവുന്ന ക്ലേ ആണെങ്കിൽ നിങ്ങൾക്കത് ജസ്റ്റ് ടേബിൾ ഡെക്കോറൊക്കെ ആയിട്ട് വെക്കാൻ പറ്റും. പക്ഷേ ഇതിപ്പം എൻ്റെ കയ്യിൽ നോർമൽ ഉണങ്ങാത്ത ക്ലേ ആണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്കിത് ടേബിളിൽ വെക്കാം. ബട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേപോലത്തെ 3-4 ഉണ്ടാക്കിയിട്ട് ഭിത്തിയിലൊക്കെ ഒട്ടിക്കാം. പിന്നെ സോയിൽ ക്ലേയുടെ വീഡിയോ വേണ്ടവരാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. ക്ലേ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നും കമൻറ്റ് ചെയ്യുക കേട്ടോ. ക്ലേ എങ്ങനെ ഉണ്ടാക്കിയത്, പൗഡർ വെച്ച് ഉണ്ടാക്കുന്നത് വേണമെന്നും കമൻറ്റ് ചെയ്യുക. അപ്പോൾ കണ്ടല്ലോ, ഇതുപോലെ ഒട്ടിച്ചാൽ വെച്ചാൽ മതി. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.